ഫോട്ടോ എടുക്കാൻ വരുന്ന നായിന് ഇതിനോടിക്കും. നമ്മൾ വലിയ പൈസക്കാരീസ് ഒന്നുമല്ല, അപ്പൊ നമ്മള് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. ഒരു ഡേറ്റിന് മാത്രം കൂടുതൽ സ്നേഹം ഗിഫ്റ്റ് കൊടുക്കുക. അഭിച്ചക്ക് ഇന്നെ ഒരുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഭംഗിയുണ്ടടി. ആകെ ആഗ്രഹിച്ചത് ഈ ആബിദിനെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ, ബാക്കിയെല്ലാം മൂഞ്ചി പോയി. അത് മാത്രമേ അറിയില്ല. മറ്റേ മേക്കപ്പ് ബോക്സിന്റെ മേക്കപ്പ് അക്കാഡമിക്ക് പറഞ്ഞേച്ചാലോ വിചാരിക്കുന്നുണ്ട്. ഇനി കണ്ട് ഇതിന്റെ ഒപ്പം കൊണ്ടുവന്ന സ്പ്രേ ആണ് ഗൈസ്. കേക്കുമായി ബന്ധപ്പെടുക. സൂപ്പർ ഫ്ലഫി. ശരിക്കും ബ്ലഷ് ഇങ്ങനെ കിട്ടുള്ളൂ. വിഷ്ലിംഗ് കിട്ടിയത് കൊണ്ടാണ് നമുക്ക് ഈ തൂങ്ങണ. ഞാനാണോ നുജു ആണോ ഭംഗിയെ? സോറി, ഞാനാണോ നീയാണോ? നീ എന്നൊരു ട്രിക്കും കൂടി ഉണ്ട്. അപ്പൊ ഓർഡർ ചെയ്തോ. അതിന്റെ അടുത്ത് വാലന്റൈൻസ് ഡേ ഞാൻ ആഘോഷിച്ചില്ല ഗൈസ്. നിങ്ങൾക്ക് അത് വിശ്വസിക്കാൻ പറ്റും. ഹലോ ഗൈസ്, ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വേർ ഈസ് നുജോബി. സോ നമ്മളെ ഒരു സ്പെഷ്യൽ ഡേ ആണിന്ന്. അതിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, എന്നാലും അഭിച്ചക്ക് ഇന്നെ ഒരുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇന്നത്തെ ദിവസം നമ്മളെ ഓക്കെ ഇന്റെ മേക്കപ്പ് അഭിച്ചന്നെ ചെയ്തോട്ടെ. ഇന്ന് ആക്ച്വലി ഞങ്ങളെ ഫസ്റ്റ് നിക്കാഹ് ആനിവേഴ്സറി ആണ് ഗൈസ്. ആദ്യം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ കഴിഞ്ഞ 1.5 ആഴ്ച കിടപ്പിലായത് കൊണ്ട് നമ്മളെ ചോക്കെ വേണ്ട. പിന്നെ ഞങ്ങൾക്ക് ഇന്നലെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഒരു വീഡിയോ ഒക്കെ എടുക്കാന്ന് അങ്ങനെയൊക്കെ ഒരു പ്ലാൻ ഉണ്ടായപ്പം ഞങ്ങള് സെറ്റാക്കി. ഞാനൊരു റെഡ് ഗൗൺ ആണ് ഗൈസ്. ഇതിന്റെ ഫുൾ എന്നെ ആവശ്യ മേക്കപ്പ് ആക്കിയതിന്റെ ശേഷം ഞങ്ങൾ കാണിച്ചു തരും. ഞാന് പിന്നെ പതിവ് പോലെ ബ്ലാക്ക്. നമുക്ക് ബ്ലാക്ക് വിട്ടിട്ട് കളിയില്ലാത്തോണ്ട് ബ്ലാക്ക് എന്താക്കിയാലും അതിന് മാച്ച് ആവുക ബ്ലാക്ക് ആയതുകൊണ്ട് ബ്ലാക്ക് ഡ്രസ്സ് മാത്രമേ ഉള്ളൂ. എന്താക്കാനാ? തുടങ്ങാല്ലേ? എയറിൽ തുടങ്ങാം നമുക്ക്. സോ ഫസ്റ്റ് നമ്മള് ഭയങ്കര സിമ്പിൾ മേക്കപ്പ് ആണ് ഗൈസ്. ഒന്നാമത് എനിക്ക് തീരെ വയ്യ. ഫസ്റ്റ് നമ്മള് ഹെയറിൽ ചെയ്യാൻ പോവാം. ഡ്രയറിന്റെ സൗണ്ട് ഉണ്ടാവും, ക്ഷമിക്കണം ഗൈസ്. ചിക്കറുത്തിട്ടാക്ക്. നമ്മൾ ഈ വ്ലോഗ് കട്ട് ചെയ്യാൻ പ്ലാൻ ഇല്ല, റോ വീഡിയോ ആയിരിക്കും അല്ലേ? ബട്ട് സൗണ്ട് ഉണ്ടാവും ഡ്രയറിന്റെ. ചെയ്തിട്ട് കഴിഞ്ഞ് അടുത്തത് മോയ്സ്ചറൈസർ ഇതിന്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആവശ്യമുള്ള പ്രൊഡക്ട്സ് ഞാൻ കൊടുക്കാം, നിങ്ങളെല്ലാരും മേടിച്ചോളൂ. ഡോട്ടങ്കിന്റെ ഏറ്റവും റിവ്യൂ ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ഒരാളാണ് ഞാൻ. കാരണം ഞാൻ സ്കിൻ കെയർ ഇങ്ങനത്തെ പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം സൺസ്ക്രീനും മോയ്സ്ചറൈസറും എവറിത്തിങ് ആദ്യമായിട്ട് വാങ്ങിയിട്ട് യൂസ് ചെയ്തു. നല്ല ഞാനും യൂസ് ചെയ്യുന്നു. ഡോട്ടങ്കി അടിപൊളിയാണ്. സൺസ്ക്രീനും മോയ്സ്ചറൈസറും ബാക്കി അറിയില്ല. ഫേസ് വാഷും ബാക്കി അറിയില്ല. ഇനി ടിൻഡഡ് സൺസ്ക്രീനും നൈസാണ് ഗൈസ്. അപ്പൊ ആദ്യം നമ്മള് ഫേസ് മോയ്സ്ചറൈസർ വെച്ച് പ്രപ്പ് ചെയ്യണം ഗൈസ്. അങ്ങനെ ടാബ് ചെയ്യണം. അങ്ങനല്ലേ? അതൊന്ന് ഡ്രൈ ആയിട്ടാകുമ്പോ നമുക്ക് പ്രൈമർ എടുത്തോണ്ട് വരാം. അതൊന്നും ഡ്രൈ സൺസ്ക്രീൻ ഞാൻ ഇടുന്നില്ല, കാരണം ഒന്നാമത് വെയിലില്ല. മഴപ്പ പെയ്യും, നാളെ അല്ല കുറച്ച് കഴിഞ്ഞിട്ട് പെയ്യുന്ന പറഞ്ഞാൽ അതിൽ നിൽക്കാണ്. അപ്പം അടുത്ത നമ്മള് മേക്കപ്പിലേക്ക് കിടക്കാണ് ഗൈസ്. കമോൺ, വാട്ട്സ് ദിസ്? ദിസ് ഈസ് മേബ്ലിന്റെ ഒരു പ്രൈമറാണ്. ഇതിന്റെ ലിങ്ക് ഞാൻ കൊടുക്കണ്ട കേട്ടോ. എല്ലാം എന്റെ ലിങ്കിൽ കയറി വാങ്ങിച്ചാൽ മതി, ആവശ്യമുള്ള ആൾ കേട്ടോ. ഇത് കുറച്ച് മതി, കാരണം ഇത് ഈ പ്രൈമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫേസിന് പെട്ടെന്ന് മേക്കപ്പ് പോവാണ്ട് വേണ്ടിയിട്ടൊക്കെ ആക്കുന്ന സാധനമാണ്. നമ്മളിപ്പോ എന്തായാലും വീഡിയോ എടുത്ത് വന്ന പടം എന്തായാലും കേൾക്കും. അപ്പൊ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യണല്ലോ. അതും ദിസ് ഈസ് നോട്ട് എ ഹെവി മേക്കപ്പ്. മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. എന്താ പറയണ? ശരിയെന്നാ അപ്പൊ മേക്കപ്പ് എന്നെ പോലെ അറിയാത്ത ആൾക്കാർക്കുള്ള ഒരു സ്റ്റാർട്ടപ്പ് മേക്കപ്പ് ആയിട്ട് നിങ്ങൾ ഇത് കണ്ടാൽ മതി. അപ്പൊ ഞങ്ങൾ നോക്കി പഠിക്കുക. അപ്പൊ ഞാനും മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒന്നല്ല, ഇങ്ങനല്ല ചെയ്തു പഠിക്കല്. സ്വന്തം ഭാര്യ എന്റെ മേലിൽ പരീക്ഷണം നടത്തിട്ട് ഇത് ലോറിയലിന്റെ ഒരു
ഫൗണ്ടേഷൻ ആണ്. കുഷൻ ഫൗണ്ടേഷൻ ആണ് ഗൈസ്. ആ. മറ്റേ ഫൗണ്ടേഷൻ ആവുമ്പോ ഇങ്ങനെ കുറെ തേച്ച് ഇങ്ങനെ ഒരു പുട്ടി അടിച്ച ഫീൽ ഉണ്ടാവും. ബട്ട് ഇതൊന്നുമില്ല. ഈ സാധനം ഇത് ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ 2-3 വട്ടം ടാപ്പ് ചെയ്യുക, ഫേസിൽ അപ്ലൈ ചെയ്യുക. ജസ്റ്റ് ഒരു ഓവർ ഇല്ല, ജസ്റ്റ് ഒരു ടാപ്പ് ചെയ്തിട്ട് ഒരു ഷെയ്ഡ്. ഇട്ടില്ല ആ ഒരു സാധനം. അല്ല അഭിച്ച, ഒരു വർഷം നിക്കാഹ് കഴിഞ്ഞിട്ട് എന്താ നിനക്ക് എക്സ്പീരിയൻസ്? എനിക്കറിയാം നിന്റെ മുന്നേ കുറെ വർഷങ്ങൾ കഴിഞ്ഞത് കൊണ്ട് പ്രത്യേകിച്ച് എക്സ്പീരിയൻസ് വ്യത്യാസമൊന്നുമില്ല, എന്നാലും നീ പറ. നമ്മള് നിക്കാഹ് കഴിഞ്ഞിട്ട് സെപ്പറേറ്റ് മാറ്റൊന്നുമില്ല. നമ്മ ഇപ്പോ ലവ് ചെയ്യുമ്പോ എങ്ങനെ ഉണ്ടായത് അതേപോലെ നല്ല ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട്. ആകെ നിക്കാഹ് കഴിഞ്ഞിട്ടുള്ള മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മ ഒപ്പം നിക്കുന്നത്, പിന്നെ അങ്ങനത്തെ കുറെ ഫാമിലി സാധനങ്ങൾ മാത്രല്ലേ. അല്ലാണ്ട് നമ്മളെ ലൈഫിൽ വേറെ പ്രത്യേകിച്ചിട്ട് വലിയ മാറ്റമൊന്നും ഇല്ല. പിന്നെ നമ്മൾ ആദ്യേ ലൈക്ക് അധികം എന്താ പറയാ, നമ്മളെ ആനിവേഴ്സറീസ് ഒന്നും എന്തിനു പറയാ ആഘോഷിക്കാറില്ല. ബിക്കോസ് ആബിച്ച് എപ്പോഴും പറയും എന്നെ അതിനു വേണ്ടിയിട്ട് ഒരു ദിവസം. ഞാൻ അങ്ങനത്തെ നമുക്ക് എല്ലാ ദിവസവും നമുക്ക് ഒരേപോലെ, അല്ലാണ്ട് ആ ഒരു ഡേറ്റിന് മാത്രം കൂടുതൽ സ്നേഹം ഗിഫ്റ്റ് കൊടുക്കുക. ഇത്രയും കാലത്തിന്റെ അടുത്ത് വാലന്റൈൻസ് ഡേ ഞാൻ ആഘോഷിച്ചില്ല ഗൈസ്. നിങ്ങൾക്ക് അത് വിശ്വസിക്കാൻ പറ്റുമോ? പിന്നെ നുജുക്ക് ആഗ്രഹമുള്ളതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം ബർത്ത്ഡേ ഞാൻ കുറച്ച് വളരെ ആഗ്രഹമല്ലേ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് സെറ്റപ്പ് ആക്കി കൊടുത്ത് 4 പടക്കെല്ലാം പൊട്ടിച്ച്. ബട്ട് എല്ലാത്തിനും പടക്കം പൊട്ടിക്കുമ്പോ ഇതാക്കുമ്പോ രസമില്ല. അപ്പൊ നമ്മ ഇന്ന് കുറച്ച് ഫോട്ടോഷൂട്ട് മാത്രം, പിന്നെ ഒരു കേക്കും നമ്മളൊരു സന്തോഷത്തിന്. സന്തോഷത്തിൽ എപ്പോഴും നമ്മൾ മധുരം കഴിക്കണം എന്നാണല്ലോ. ഷുഗർ കട്ട് കേക്ക് ആ കിണ്ടി പാടുവേ. അപ്പൊ ഫൗണ്ടേഷൻ കുറച്ചെല്ലാം സെറ്റായി. നമുക്ക് ഞാൻ വൃത്തി കാണുന്ന പോലും ഇല്ല. യുനോ ഫേസസ് കാനഡയുടെ സ്ട്രോബ് ക്രീം ആദ്യം തേക്കണോ? അതിന്റെ ബ്ലഷ് തേക്കാനാ? എന്തായാലും കുഴപ്പമില്ല, കുറച്ച് വെച്ചാൽ മതി. ഫേസസ് കാനഡന്റെ ഇതും നിങ്ങൾക്ക് നല്ലൊരു ഗ്ലോ കിട്ടണമെങ്കിൽ ഇത് മാത്രം യൂസ് ചെയ്യാം. ജസ്റ്റ് ഒരു ഫേസിന് ഗ്ലോ കിട്ടണമെങ്കിൽ, സാധാരണ ഫേസിലൊന്ന് ഗ്ലോ കിട്ടണമെങ്കിൽ ഇത് മാത്രം വെച്ചാൽ മതി. ഫൗണ്ടേഷൻ പോലും ആവശ്യമില്ല. ബിക്കോസ് 3-in-1 ആണ് ഇത്. ഇത് 3-in-1 ആണ് അല്ലേ? ഇത് 3-in-1 അല്ല, മറ്റേതാണ് 3-in-1. ഇതാണ് 3-in-1 ഈ സ്ക്രബ് ക്രീം. ഇന്ന് അത് വേണ്ട, ഈ സ്ക്രബ് ക്രീം തന്നെ മതി. ഇനി ബ്ലഷ് ഇട്ടതിന്റെ ശേഷം അതാക്കിക്കോ. നമ്മളുടെ അടുത്ത് 2 സ്ക്രബ് ക്രീമാണ്. ഇതിന്റെ അവസ്ഥകൾ കാണണം ഗൈസ്. ഉപയോഗിച്ച് ഇത് ആക്ച്വലി എന്താ പറയാ, ഒരു പിങ്കിഷ് ഷെയ്ഡും ഉണ്ട്, അതുപോലെ ഒരു ഗോൾഡൻ ഷെയ്ഡും ഉണ്ട്. എൻ്റെ അടുത്തുള്ള പിങ്ക് ഷെയ്ഡ് ആകുമ്പോൾ നമ്മൾ മുഖം നല്ല നാച്ചുറലി ഗ്ലോയിങ് മാതിരി നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ ആദ്യം ബ്ലഷ് ഇട്ടോ. ബ്ലഷ് കൊടുത്തു. ഈ ബ്ലഷ് ആക്ച്വലി എനിക്ക് വിഷ്ലിങ്ക് കിട്ടിയതാണ്. ശരിക്കും ബ്ലഷ് ഇങ്ങനെ കിട്ടുള്ളൂ. വിഷ്ലിങ്ക് കിട്ടിയത് കൊണ്ടാണ് നമുക്ക് ഈ തൂങ്ങുന്ന സാധനം ഡൽഹിയിൽ പോയിട്ട് അടുത്ത പരിപാടിയിൽ നിന്ന് കിട്ടിയതാണ്. അപ്പൊ അതിന്റെ ഒരു ഹാമ്പർ ആണ്, ഒരു ട്രാവലിംഗ് ഹാമ്പറും, പിന്നെ സിസ് ബ്യൂട്ടിന്റെ ഒരു ഹാമ്പർ, പിന്നെ വിഷ്ലിങ്ങിന്റെ ഹാമ്പർ, പിന്നെ നമ്മളെ ഒരു ക്യാമറന്റെ ചെറിയൊരു കുഞ്ഞൊരു സാധനം. ആക്ച്വലി ഇത് നല്ല അടിപൊളി സാധനങ്ങൾ. വെറും 200 സംതിങ് ഉള്ളൂ സ്വിസ് ബ്യൂട്ടിന്റെ. എങ്ങനെ ബ്ലഷ് ഇടാന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ അല്ല, ബ്ലഷ് ആയി നിൽക്കുന്ന സ്ഥലത്ത് നമ്മളെ കവളിന്റെ അടുത്ത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക. നമ്മളെ ഹൈലൈറ്റ് ആകുന്ന സ്ഥലങ്ങള്, മൂക്കിന്റെ ഈ ഭാഗം, പിന്നെ എന്താ പറയാ, ചീക്ക്, 2 സൈഡ് ചീക്കില്. ഞാൻ അഭിചന മേക്കപ്പ് മറ്റേ മേക്കപ്പ് ബോക്സിന്റെ മേക്കപ്പ് അക്കാഡമിക്ക് പറഞ്ഞേച്ചാലോ വിചാരിക്കുന്നുണ്ട്. ഒന്നുമില്ല. അപ്പൊ അത് കഴിഞ്ഞ് അടുത്തതായിട്ട് സോ നെക്സ്റ്റ് വൺ ഈസ് സോട്രൂവിന്റെ സ്ട്രോബ് ക്രീം ആണ് ഗൈസ്. ആണ് സോട്രൂ. ഇത് പിങ്ക് ഷെയ്ഡാ വരുന്നത്. ഇത് കളർ വൈറ്റ് ആണ്, പിന്നെ നമ്മ ടാപ്പ് ചെയ്തിട്ടാകുമ്പോ ഒരു പിങ്ക് ഷെയ്ഡ്. അതന്നെ, ഇതിന്റെ ഷെയ്ഡ് പിങ്കാ പൊട്ട. അതെനിക്കറിയില്ലേ, കാണുമ്പോ വൈറ്റ് ആണ്. ഇതിന്റെ ഫേസിലെ ഗ്ലോ നിങ്ങൾ കാണണം ഗൈസ്. ഇത് ദൂരായോണ്ട് എത്രത്തോളം കിട്ടും എനിക്കറിയില്ല. പക്ഷെ ഗൈസ് ഇതിനു ശേഷം ഞാൻ ഒരു പട്ടി ഷോ കാണിക്കുന്നുണ്ട്. ഇട്ടിട്ടാകുമ്പോ പിങ്ക് കളറായി, വൈറ്റ് കളർ. അതെങ്ങനെയാ? അതങ്ങനെയാണ്, ഒരു മാജിക് ആണ്. യാ.
അങ്ങനെ അതും കഴിഞ്ഞ് നെക്സ്റ്റ് വൺ. നെക്സ്റ്റ് എന്താ? ഇത് നീടണ്ട. ഇത് ആവിച്ചിട്ട് കഴിഞ്ഞാൽ ദിബങ്കരനോ വിദംബരനോ? ആ മറ്റേ നീ ഉദ്ദേശിക്കുന്ന പടത്തിൽ കണ്ണിന്റെ സൈഡിൽ രണ്ട് കറുപ്പല്ലേ? ആ ആ അപ്പൊ നമ്മ ഫസ്റ്റ് നെക്സ്റ്റ് ചെയ്യാനുള്ളത് പിരികം. എനിക്ക് തീരെ പുരികമില്ല. അപ്പൊ നമ്മളൊന്ന് പുരികം ഡാർക്ക് ആക്കും. അധികം ആക്കൂല, കാരണം പുരികം ത്രെഡ് ആയാത്തത് കൊണ്ട് ബോറുണ്ടാവും സാധനം. അഭിച്ച മിറർ എടുത്തരോ? സോ ഇത് 4 ഷെയ്ഡാ ഉള്ളത്, കണ്ടോ? 4 ഷെയ്ഡ്. ഞാൻ എന്താക്കുന്ന അറിയോ, ഈ ഒരു ബ്ലാക്കും ഇങ്ങനെ തൊടും, എന്നിട്ട് ഇതും തൊടും, എന്നിട്ട് ലൈൻ ഇട്ടിട്ട് ഫില്ലാക്കും. അധികം ഫില്ലാക്കൂല ത്രെഡ് ചെയ്യാത്തത് കൊണ്ട്. ആരോ എന്നെ കുറ്റം പറയുന്നു, മൂക്കല്ല ചൊറിയുന്നുണ്ട്. അല്ല വേണ്ട, നമുക്ക് തൽക്കാലം ഫോണിൽ നോക്കിയിട്ട് ചെയ്യാം. കൊറേ ആള് മേക്കപ്പിന്റെ ട്യൂട്ടോറിയൽ ചോദിച്ചിരിക്കുന്നു. ഞാൻ ട്യൂട്ടോറിയൽ ഇട്ടുതരാം കേട്ടോ. ശരിയെന്ന്. ഇന്നലെ പിരികം ത്രെഡ് ചെയ്തില്ല, ഭാവിച്ച ലേസ് റേസർ വെച്ചിന്റെ പിരികം കേടെടുത്തി ഗൈസ്. ഞാനല്ല, നീ തന്നെയാണ്. ഞങ്ങക്ക് റിസ്ക് എടുക്കാൻ വയ്യാത്തോണ്ട് ഞാൻ പറ്റൂല പറഞ്ഞു. അമ്മ നുജു തന്നെ റെഡിയാക്കിയതാണ്. തേങ്ങയാണ്. എന്തോ പോലല്ലേ പിരികം തെറ്റ്. ഇല്ല, നീ എന്താ പടപ്പോയെ? ഞാൻ ഇത് ചെത്താൻ വേണ്ടിട്ട് ലിപ് ലൈനറോ? ലൈനറിന്റെ ഇത് കറക്ഷൻ ആക്കാൻ. അതിന്റെ സ്കട്ടർ ഇല്ല. എല്ലാം ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടില്ല. വീട്ടിൽ പോയിട്ട് എടുക്കാണ്ട് കൊറേ സാധനങ്ങള്. എന്നെ കുറിച്ചിട്ട് പറയാ. നുജുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നുജു ആണ് സുന്ദരിയായി നുജു. പിന്നെന്താ? എന്നാ കാണിക്കൂ. ആക്ച്വലി സ്വർണത്തിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. നമ്മ ഉണ്ടാക്കുമ്പോ അതിന് വേറെ തന്നെ ഒരു സുഖമുണ്ട് അല്ലേ? നമ്മ ഉണ്ടാക്കിട്ട് നമ്മ ഇടുന്നുണ്ട്, കുഴപ്പമില്ല. എന്തിനാ സ്വന്തമായിട്ട് ഉണ്ടാക്കിട്ട് ഇട്ടോ. അതിന് പാരന്റ്സിനെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യം എന്ത്? കൊറേ ആൾക്കാർ ധാരണ ഉണ്ട് പാരന്റ്സ് അതിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരാണെന്നുള്ള. ലിപ്സ്റ്റിക് ഷെയ്ഡ് ഏതാ? മാസിന്റെ? പുതിയ മാസിനൊന്നും കൊണ്ടിടരുത്. ഇതല്ലേ പഴയതല്ലേ? പഴയതല്ല, അവിടെ ഉണ്ട്. ഞാൻ എന്നെ ഫുള്ള് പരീക്ഷിച്ചാളൂ, പറയാൻ പറ്റൂല. ഈ ഡ്രസ് കുറച്ച് ടൈറ്റ് ഉണ്ട്. ഫൈനലി കിട്ടി ഗൈസ്. ഈ സാധനമാണ് ഇത്ര സമയം തിരഞ്ഞോണ്ടെന്ന്. ഇനിയിപ്പോ ഞാനിടണോ? ഭദ്രകാളിനെ പോലെ ഉണ്ട്. നീ ലിപ്സ്റ്റിക് ഇട്. കൈ ഇറക്കുണ്ടല്ല. ഞാൻ ചെറുപ്പത്തിൽ പൂച്ചനെ പോകുന്നതിനാൽ ഈ സൈഡ് ഒന്ന് ഫില്ലാക്കട്ടെ. ചിരിക്കും. നമ്മ തുടക്കത്തില് ലിപ് ബാം ഇടാത്തോണ്ട് ചുണ്ട് വരളിച്ചിരിക്കുന്നു. മറന്നുപോയി, സാറല്ല, അടുത്ത പ്രാവശ്യം ഇടാം. ഇനി എന്താ സംഭവം എന്ന് അറിയോ? സോ അഭിച്ചു ഇതുവരെ ചെയ്തു. ഇത് ആക്ച്വലി ഹൈലൈറ്റർ ആണ് കേട്ടോ ഇവിടെ ഇടാനുള്ള. പക്ഷെ ഇത് ഓവർ ഹൈലൈറ്റർ ആയിട്ട് ഫീൽ ചെയ്തു ഇന്റെ കേസിലിട്ട്. എനിക്കിങ്ങനെ പിങ്ക് വരുന്ന ഇഷ്ടം. ഞാൻ എന്ത് ചെയ്യാൻ ഉദ്ദേശിച്ചത്, ഇത് കൊള്ളാവോ നിങ്ങൾക്കല്ല, ഫസ്റ്റ് ടൈമാണ് ഞാൻ ആക്കുന്നത്. ഇതും ആക്ച്വലി പിങ്കിഷ് ആണ്. ആദ്യം അത് ബ്ലെൻഡ് ആക്കി താപിച്ച എല്ലായിടത്തും ബ്ലെൻഡ് ആക്കിക്കോ. കണ്ണിന്റെ ലിഡില് മൊത്തം ബ്ലെൻഡ് ആക്കിക്കോ. ഓക്കെ ആണോ? എല്ലായിടത്തും ഒരേപോലെ ആയിക്കുന്നോ? അത് പിടിച്ചോ. ഇതും ആക്ച്വലി സ്വിസ് ബ്യൂട്ടീൻ്റെ ആണ്. ഇവിടെ ഓൾറെഡി ഇട്ട സ്ട്രോപ്പ് ക്രീമും സ്വിസ് ബ്യൂട്ടീൻ്റെ ആണ്. ഇത് ആവശ്യമില്ലാത്തത്
ആവശ്യമില്ലാത്ത സാധനം തുറക്കുന്ന എന്തിനാ? ഇത് ആക്ച്വലി ഐ ഷാഡോ പാലറ്റ് ആണ് ഗൈസ്. അത് പൊട്ടിപ്പോയി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. ബിക്കോസ് നമ്മൾ വലിയ പൈസക്കാരീസ് ഒന്നുമല്ല. അപ്പൊ നമ്മൾ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പൊ ആദ്യം ഒരു ബ്രൗൺ ഷെയ്ഡ് ആണെങ്കിലും കറുത്തുമായിട്ട് വരൂല. ഇത് ആക്ച്വലി ഒരു പിങ്ക് ഷെയ്ഡ് മാതിരി വരും കേട്ടോ. കണ്ണാണെന്നില്ല ലൈറ്റ് അടിച്ചിട്ട്. ഓക്കെ ആണോ? ആ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് തിളങ്ങുന്നത് ഇടാം. നമ്മൾ എന്ത് ചെയ്യണം? നടുവിലൊരു വര വരയ്ക്കണം ഗൈസ്. ഇവിടെ അങ്ങനെ ഒരു വര വരച്ചിട്ട് ഇവിടെ അങ്ങനെ ബ്ലെൻഡ് ആക്കി കൊടുക്കണം. ഞാൻ വെച്ചാ തുടയ്ക്കാൻ എന്തെങ്കിലും ശീല കിട്ടും. എന്റെ കൈ നോക്കൂ ഗൈസ്, പൊട്ടിയത് കൊണ്ട് കൈയിൻ്റെ ഉള്ളിൽ മൊത്തമായി. നിങ്ങൾക്ക് എന്തെങ്കിലും തുടയ്ക്കാൻ തരുമോ? അപ്പം നമ്മൾ ഭയങ്കര മിനിമൽ മേക്കപ്പ് ആണ് ഗൈസ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി ഒരു ലിപ് ഗ്ലോസും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ പരിപാടി കഴിഞ്ഞ്. അയ്യോ, ലിപ് ഗ്ലോസ് മാത്രല്ല, എന്താ പറയാ, എന്തൊക്കെ ഉണ്ടല്ലോ. മസ്കാര ഉണ്ട്, അങ്ങനെ എന്തൊക്കെ ഉണ്ട്. അപ്പൊ ഇതും ആക്ച്വലി ഷിമ്മ ലിപ്പ് ഓയിലാണ്. ഇതും സ്വിസ് ബ്യൂട്ടിയുടെ ആണ് കേട്ടോ, സ്വിസ് ബ്യൂട്ടീൻ്റെ ആണ്. പക്ഷെ ഞാൻ അധികം ഗ്ലോ ആയിട്ട് കാണുന്നില്ല, ഒരു ജസ്റ്റ് ഒന്ന് പ്ലംബ് ആയിക്കാൻ മാത്രം. ഇങ്ങനെ ഉണ്ടാക്കും അല്ലേ? ഇങ്ങനെ ഒരു സാധനം വരും. ഇത് എനിക്ക് വിഷ്ലിങ്ങിന്റെ പരിപാടിയിൽ നിന്ന് കിട്ടിയതാണ്. ഇനി ദിസ് ഇസ് മസ്കാര. സോ നെക്സ്റ്റ് വൺ ഇസ് മസ്കാര. ഇത് ആവശ്യമിട്ടായിരുന്നോ? എനിക്കിത് കാണുന്നില്ല അവിടുന്ന് ലൈറ്റ് അടിച്ചിട്ട്. മേലേക്ക് പൊന്തിക്ക് പോട്ടാ. ഐലൈനർ ഏതാണോ? മറ്റേ മേക്കപ്പ് ബോക്സിന്റെ പരിപാടിക്ക് ഐലൈനർ ചെയ്തിട്ടല്ല ഭംഗിലേനോ? ഇത് കഴിവുള്ളവരിട്ടത് വേറെ കാര്യം. അത് ഓക്കെ ഗൈസ്, ഇവിടെ. സോ ഗൈസ്, ദിസ് ഇസ് മൈ ബേസിക് മേക്കപ്പ്. ഞാന് മറ്റേ കൺസീലറോ അല്ലെങ്കിൽ കറക്റ്ററോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാണ്ട് ഭയങ്കര മിനിമൽ മേക്കപ്പ് ആണ് ഗൈസ്. ബാക്കിൽ മാറും, അവിടക്കും ഇങ്ങോട്ടും നടക്കുന്നേ. എക്സ്ക്യൂസ് മീ, മൈക്കില് കേക്കൂല. ഭയങ്കര ഗ്ലോ ആയിട്ടുള്ള മേക്കപ്പ് എങ്ങനെയുണ്ട് ഗൈസ്? ഷാള സെറ്റ് ചെയ്യണ്ട്. അപ്പൊ ഒരു സാധനം കൂടി ഉണ്ട് അതിന്റെ മുകളിലിടുണ്ട്, അതും കൂടി സെറ്റ് അയക്കുന്നു. ആയോജോ എപ്പോഴും എന്റെ ഫോളോവേഴ്സ് അറിയും എന്ത് ഷാള് ചുറ്റിയിടുന്നതാണല്ലോ എനിക്ക് രസം. നമുക്ക് ഇന്ന് ഷാള് ചുറ്റിയിടാം. ഞാൻ ഏറെ സെറ്റ് ആക്കിക്കുന്നു, ബട്ട് ഹെൽമെറ്റ് ഇടാണ്ട് ആ പൊട്ട കേട് വരും. അവിടെ പോയിട്ട് ബാക്കി സെറ്റ് ആക്കാം. അവിടെ പോയിട്ട് സെറ്റ് ആക്കാൻ എന്റെ കല്യാണാണോ? ആണ്. എന്റെ ഫൗണ്ടേഷൻ എന്തിയാ എന്നാ അത് ഇവിടെ അല്ല, അപ്പുറത്ത് കൊണ്ടേക്കുന്നതിന്. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം. നമുക്ക് ഈ ഒറ്റൊരു സാധനം മതി, ഒരു ഫൗണ്ടേഷൻ. ഇത് എന്തിനു വെച്ചു? ഫേസസ് കാനഡന്റെ മോയ്സ്ചറൈസർ ആണ്, ടിൻഡഡ് മോയ്സ്ചറൈസർ ആണ്. ഇതും ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ നല്ലൊരു ഗ്ലോ വരും. വോയിസിനെല്ലാം യൂസ് ചെയ്യാം. എന്ത് വരും? ഒരു ഫേസിന് ഒരു ജസ്റ്റ് ഇവിടെ അതിന്റെ കുറച്ചിടെ കറുത്ത പാടുണ്ട്, കുറച്ച് കുത്തൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒന്ന് കവറാക്കി കൊടുക്കാം നമുക്ക്. ഞാൻ ബോയ്സിന് മേക്കപ്പ് തുടങ്ങട്ടെ. തുടങ്ങിക്കോ. ഒരുത്തനുണ്ടല്ലോ, അറിയോ എനിക്ക്? ഇപ്പൊ ഹ്യൂഡ ബ്യൂട്ടീന്റെ പരിപാടിക്ക് പോയ ഓരല്ലേ? അവൻ തന്നെ.
ഓന്റെ ഒക്കെ കൊറേ വർഷത്തെ കഷ്ടപ്പാടാ, അല്ലാണ്ട് സുപ്രഭാതത്തിൽ കയറി വന്നതൊന്നുമല്ല. എന്നൊരു ട്രിക്കും കൂടി ഉണ്ട്. ആ പൗഡർ തരുമോ? ആ പൗഡർ എടുത്തുവാ, പൗഡർ എടുത്താ. നുജു ക്യൂട്ടല്ലേ ഗായ്സ്? നുജു ക്യൂട്ടായി. നീ ആ പൗഡർ എടുത്തില്ല. ഇതില് ഞാനാണോ നുജു ആണോ ഭംഗിയെ? സോറി, ഞാനാണോ നീയാണോ ഞാനാണോ? എന്താ വേണ്ടേ? ആ പൗഡർ എടുത്തോ. സ്പ്രേയും വേണം കേട്ടോ ഗൈസ്. പണ്ട് തുള്ളി സ്പ്രേ അല്ലേ, ഇപ്പൊ സ്പ്രേന്റെ തല്ലാണ് ഞങ്ങളെ വീട്ടില്. എന്റെ ഡ്രസ്സിന് മാച്ച് ഈ ഒരു സ്പ്രേ ആയതുകൊണ്ട് ഞാൻ സ്പ്രേ അടിക്കുന്നുണ്ട്. ഡ്രസ്സിന് മാച്ച് ഇതിന്റെ ഒപ്പം കൊണ്ടുവന്ന സ്പ്രേ ആണ് ഗൈസ്. വേണോ നിങ്ങക്ക്? ആര് കൊണ്ടുവന്ന? മതി, തുള്ളി അടിച്ചാ മതി. ബാക്കിയുണ്ട് ഗൈസ്, കാണിച്ചു തരാം. നുജുവിനെ ഒന്നും കൂടി സെറ്റ് ആക്കാൻ. പുതുനാരി നുജൈഹാന്റെ ഈ ഷാൾ ആക്ച്വലി ഡ്രസ്സിന്റെ കൂടെ കിട്ടിയിട്ടോ. ഇത് TBS എന്ന് പറഞ്ഞ ഓരെ കൊണ്ട് ചെയ്യിപ്പിച്ചാണ്. ഈ ഷാളിന്റെ സ്വന്തമാണ്. ഈ ഡ്രസ്സ് മാത്രമാണ് ഇതിന്റെ കൂടെ ഉള്ളത്. ഡ്രസ്സും ഈ സാധനവും ഇൻസ്റ്റാഗ്രാം എന്ത് പേജിന്റെ പേരെന്ത്? TBS എന്ന പേജിന്റെ ആണ്. അവരാണ് ഞങ്ങൾ ഈ ക്യൂട്ട് ഡ്രസ് സെറ്റ് ആക്കി തന്നത്. റെഡി ആക്കി തരാം. പുതുനാരി ആയിനോ ജോബി പുതുനാരി. ഇങ്ങനെയല്ല വരിക. ഞാൻ സെറ്റ് ആക്കി തരാം, തിരക്കാക്കല്ല. ഇവിടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ടാവുമ്പോ പുറത്തുള്ള ആള് കമന്റ് പറയാൻ വരണം. അല്ല, പുറത്തുനിന്ന് നീ വന്നിട്ട് റെഡി ആക്കാൻ. മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ടാവും, മേക്കപ്പ് ആർട്ടിസ്റ്റ് റെഡി ആക്കി തരും. ഓക്കെ, എന്തൊക്കെ മേക്കപ്പ് ആർട്ടിസ്റ്റ് നന്നാക്കാണെങ്കിലും ഞാൻ സുന്ദരി ആയത് കൊണ്ടല്ലേ. ആയിക്കോട്ടെ, വേറെന്താ? എന്തായാലും ഉത്തരം അറിയാത്തതിന് ആണ് ഞാനല്ലാന്ന് പറഞ്ഞോ? ഈ ഓൾറെഡി സുന്ദരി തന്നെയല്ലടി. ഇത് ഇങ്ങനെ അവിടെ നിന്ന് ഫോട്ടോ വീഡിയോ എടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് കുറച്ചും കൂടി താത്തിയിട്, നീ ഇതാക്കല്ല. അപ്പൊ ഇതെന്തേ? അത് ഞാൻ റെഡി ആക്കുന്നില്ലേ? ഇതാണ് ചെക്കിനും പെണ്ണും റെഡി. ചെക്കിനും പെണ്ണും റെഡി. പുറത്തേക്ക്. So we are officially husband and wife, guys, for 1 year. അതിന് ജീവമാണോ? എന്റെ ഭംഗി കണ്ടിട്ട് എനിക്ക് പോകാൻ തോന്നുന്നില്ല. ഇപ്പൊ മഴ പെയ്യുന്നു. അപ്പൊ ഡ്രസ് ഇട്ട് ഇറങ്ങുന്ന അപ്പൊ മഴ പെയ്യുന്നുണ്ട്. Lady on the floor, rich lady on the floor. പട്ടിഷോ ആണ് ഗൈസ്, പട്ടിഷോ അനുജുണ്ട്. ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ലൂസ് ആയിക്കുന്നു. So this is my outfit, guys. സുന്ദരിയല്ല ഇതിലിപ്പോ? ഞാനാണ് ആബിച്ചാണോ സുന്ദരിയായത്? ആബിച്ചാണ്. കമന്റ് നോക്കാം. ആബിച്ചാന്റെ ആൾക്കാരായിരിക്കും മൊത്തം. തേങ്ങ. ആബിച്ചാന്റെ ഫാൻസ് ബേസ്. My hands, guys. Ready to go. Bye, guys. അങ്ങനെ ഫൈനലി ഞങ്ങൾ സ്പോട്ടിലെത്തിയിട്ടാകുമ്പോ നൂജ് എന്താ ആഗ്രഹിച്ചു? നേരെ ഓപ്പോസിറ്റ്. നൂജിനെ കാണാൻ നല്ല ഭംഗിയുണ്ടടി. പുറത്ത് വന്നിട്ടാകുമ്പോ അതിന്റെ രസം. അത് പിന്നെ നന്നാക്കാം. എന്താണ് എനിക്ക് പറയാനുള്ളത്? ഒന്നും പറയാനില്ല ഗൈസ്. ആകെ ആഗ്രഹിച്ചത് ഈ ആബിദിനെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം മൂഞ്ചി പോയി. അത് മാത്രമേ അറിയില്ല. വയ്യാണ്ടാണ് ഞാൻ ഈ മാറ്റി ഒരുങ്ങി വന്നത്. നല്ലാക്ക് കുറച്ചെങ്കിൽ കനിവ് കാണിച്ചൂടെ എന്നോട്. How I look so pretty. Yeah. Feels so. റീൽസ് വാങ്ങിക്കുന്നതിന്റെ പറച്ചോനെ. ഇത് കഴിഞ്ഞ ദിവസം കോമ്പറ്റീഷൻ പോയിട്ടുണ്ട്. കോമ്പറ്റീഷൻ അല്ല, ഒന്നും കാണുന്നില്ല. ഇത് നടയാ കാണുന്നത്. കോമ്പറ്റീഷൻ അല്ല, എന്തേനു മറ്റേ റാംബാക്ക്. അതിന്റെ വീഡിയോ ഇട്ടില്ല? ഇട്ടിക്കുന്നല്ലേ? യൂട്യൂബിൽ ഇട്ടില്ല. എങ്ങനെയുണ്ട് ഡ്രസ്? എങ്ങനെയുണ്ട്? നിങ്ങൾ കമന്റ് ചെയ്യുക. ഇങ്ങനെ ഇരുന്നാണ്ട് ഡ്രസ്സിങ് എങ്ങനെയുണ്ട് ഞാൻ നിക്കാം. ഇപ്പൊ എന്റെ ഡ്രസ്സിന്റെ ഭംഗി കാണാം. നോക്കൂ,
കാണുന്നില്ല എന്റെ ഡ്രസ്. കാണുന്നുണ്ട് പഠിച്ചോനെ, ഡ്രസ് ഫുള്ള് കാണുന്നുണ്ട്. സൂപ്പർ ഫ്ലഫി ആണ് എനിക്ക് കേക്ക് ചെയ്ത് ബുദ്ധിമുട്ടില്ലല്ലോ. ഔട്ട്ഫിറ്റ് ഇസ് ബൈ DBS കാഷ്വൽസ്. ചുളവില് കുറച്ച് ഫോട്ടോസും കിട്ടിയാണ്. ഫോട്ടോഗ്രാഫർ തൃശ്ശൂരിൽ നിന്ന് വന്ന ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടായി. അങ്ങനെ ഈ ബ്രോ ആണ് നമുക്ക് ഫോട്ടോ എടുത്ത് തന്നിട്ടുണ്ട്. വാട്സപ്പിൽ അയച്ചു തിരക്കില്ല. കപ്പിൾ ഷൂട്ട് എടുക്കാം. സേവ് ദ ഡേറ്റ്. ഇപ്പൊ പറയാ ബാക്കി എന്ത് സംഭവം റെഡ് ഡ്രസ്സിലെ കാണാനുള്ള ഭംഗി. പഠിച്ചോളിനെ ഞാൻ ഇതിന് 4 ദിവസം കേൾക്കണല്ലോ അല്ലിത്താ. ആ മെസ്സേജ് ആണ് സത്യം. രസമുണ്ട്, ഇല്ലാതെ പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ മഴ വന്നിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റില്ല. അങ്ങനെ ഇൻഡോർ കയറി സൂപ്പർ ഫ്ലഫി. നമ്മുടെ സ്വന്തം സൂപ്പർ ഫ്ലഫി കേക്ക് നോക്കൂ. സ്പെഷ്യലായിട്ട് കേക്ക് നീ ഇപ്പൊ അതിന് താഴെ ഇപ്പൊ ഉണ്ടാക്കിയതാണ്. ഭയങ്കര ക്യൂട്ട്. ഇപ്പൊ ഉണ്ടാക്കിട്ട് സ്പോട്ട് കേക്കാണ്. കേക്കുമായി ബന്ധപ്പെടുക സൂപ്പർ ഫ്ലഫി ഗുജറാത്തി സ്ട്രീറ്റ് ഗോദ്രേജ് അല്ല ഗുജറാത്ത്. മേലെ കാണുന്നുണ്ട് സൂപ്പർ ഫ്ലഫി എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം തട്ടിക്കൂട്ടി സെറ്റപ്പാണ്. ഒന്നും നോക്കണ്ട. ഇതും ഇവിടുന്ന് ആപ്പിച്ച് പറിച്ചെടുത്താന്റെ ഗ്ലാസ്സിലുള്ള ഫ്ലവർ ഞാൻ എടുത്താ. സോ ഇതിന്റെ ഡ്രസ്സിന് മാച്ച് ആയിട്ടാണ് ഗൈസ് ഇത്. മുറിക്കട്ടെ. ഹാപ്പി ഇല്ല ഇതിൽ ഞാൻ മുറിക്കൂല. അപ്പൊ സംഭവം ഇതാണ് ഗൈസ്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും, ഇതിൽ നമ്മൾ കുറെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഇനി വീഡിയോ എടുക്കും. ഇതിന്റെ സിംഗിൾ വീഡിയോ എടുക്കും, ഒരു കപ്പിൾ വീഡിയോ എടുക്കും, കപ്പിൾ ഫോട്ടോ എടുക്കും. എന്താ അറിയില്ല ഗൈസ്, ഈ സൂപ്പർ ഫ്ലഫിന്റെ ഉള്ളിൽ ഇതിന്റെ ഡ്രസ് നല്ല ഭംഗിയിട്ട് കാണും. മിക്കവാറും ഞാൻ ഇവിടെ കിടന്ന വീഡിയോസും ഫോട്ടോസും എടുക്കലായിരിക്കും. ഇഷ്ടമായി. ഈ ലൈറ്റിംഗ് രസം ഉണ്ടാവിച്ചാ. സോ ദിസ് ഈസ് അവർ ക്യൂട്ട് കേക്ക്. 1 year ഓഫ് സംഭവം നമ്മൾ 1 year ഓഫ് നിക്കാഹ് ആനിവേഴ്സറി ആണ് നേരത്തെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ട്. അപ്പം ദിസ് ഈസ് ദ കേക്ക്. എനിക്ക് ലവ് നല്ല രസമുണ്ട് കാണാൻ. കയ്യിലാക്കിയതാ. കൈയുണ്ടോ? ആ സ്റ്റിക്കർ അല്ലത്, കൈയുണ്ടാക്കിയല്ലത് ആണ്. ഞാൻ കണ്ടിട്ട് ഇത് കൊണ്ടുവന്ന് ഒരു കലാകാരിയാണ്. ഫോട്ടോ എടുത്ത് ഫോട്ടോ വീഡിയോ എടുത്തിട്ടേക്കും. കേക്ക് മുറിച്ചത് പറഞ്ഞുള്ളൂ. നല്ല ടേസ്റ്റ് ഉള്ളതിന് മുറ്റൊറ്റക്ക് തിന്ന. ഷുഗർ കട്ട് ഒന്നും ഇല്ല കേട്ടോ. എനിക്ക് വേണ്ടി പ്രത്യേകം ഉണ്ടാക്കിയതാണ് ഷുഗർ കട്ട് കേക്ക്. പറയല്ല ടെൻഡർ കോർണറിൽ ഇത്രയും ടേസ്റ്റുള്ള കേക്ക് അറിയാണ്ട് പറ്റിപ്പോന്ന ടേസ്റ്റ്. കേക്ക് തിന്നാത്ത ആളെ ശരി. അടിപൊളി സലാമിച്ച കേക്ക് തിന്നാറില്ല. ഇത് പ്രൊമോഷണൽ ഇട്ടുള്ള അതൊന്ന് വിചാരിക്കുന്നത്. മത്തൂല്ലല്ലോ. തോന്നില്ല വെറുപ്പിക്കുന്ന മധുരം അല്ലേ? നല്ല കേക്ക് സോഫ്റ്റ് ഞാൻ കൊടുക്കണ്ടല്ലോ. കേക്ക് തിന്നിട്ടേനും ബാക്കി ഫോട്ടോ ഷൂട്ട് പുറത്തുനിന്ന് ഇതൊന്നും തീർക്കട്ടെ. അലോചോ പടി ഫോട്ടോ എടുക്കാൻ വരുന്ന നായിന് ഇതിനോടിക്കും. ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുന്നു. ഒന്നെങ്കിൽ നായി ഇല്ലെങ്കിൽ മഴ. നോക്കട്ടെ നമുക്ക് ഇന്ന് എടുത്തിട്ടാവോ നോക്കട്ടെ. നായോട് ചൂടാവാ, നായോട് ചൂടാവാ. പോനായേ പഠിച്ചോനെ ഫോട്ടോ എടുത്ത് കുടുങ്ങി. എത്ര ഫോട്ടോ എടുക്ക?
കാണാൻ ഭംഗിയുണ്ട് ആരോ പറഞ്ഞു പോലും. അതിനുശേഷം മെല്ലിയില്ലേ? ഫോട്ടോ എടുത്ത് തന്നെ കൊല്ല ഇത്ര ഫോട്ടോ എടുക്കും. അത് മാറിക്ക് എന്റെ ഫോട്ടോ വീഡിയോ ഉണ്ടോ പറയ. ഡിപ്രഷൻ ഉണ്ടോ? ഡിപ്രഷൻ വന്നാൽ എല്ലാരും കള്ളു കുടിക്കുക ചെയ്യാം, വെള്ളം കുടിക്കുക ചെയ്യാം. പണ്ടത്തെ ആളെല്ലാം കാണിച്ചോണ്ട് നമ്മള് ക്യാമ്പിന് So guys, this is Shad ഫ്രം തലശ്ശേരി. from തലശ്ശേരി. ഒരു 3 വർഷം മുന്നേ ഇവിടെ പെണ്ണുങ്ങളെ വെച്ച് അമ്മാനമാടിയിരുന്നു. യൂട്യൂബില് വരും കേട്ടോ. പിന്നെ ഇവനും കുറവൊന്നുമില്ല. 2.5 വർഷത്തിന് ശേഷം നാട്ടിലേക്ക് പെണ്ണ് കെട്ടാൻ വേണ്ടിട്ട് പെണ്ണും കുട്ടികളുണ്ടെങ്കിൽ പറയണം. ഓൾക്ക് ഡിപ്രഷൻ ആയ മറ്റേ ബ്രേക്കപ്പ് ആയപ്പോ അതൊന്നും പറയില്ല. ഓൾക്ക് അങ്ങനത്തെ പ്രശ്നേ ഇല്ല. എന്ത് ചെയ്യാനാ? എന്റെ ആപിച്ചൊക്കെ പിന്നെ എന്നും ഞാനും മാത്രമേ ഉള്ളൂ. ഇങ്ങോട്ട് വാടാ. ഇവിടെ നായി എടുത്തു. അങ്ങനെ ഫോട്ടോ സെക്ഷൻ കഴിഞ്ഞു. അത് ശരിയാ. അങ്ങനല്ല പറയണേ. നുജു കഷ്ടപ്പാട് തുടങ്ങിയിട്ട് 1 വർഷം തികഞ്ഞു പറ. നുജുവിന്റെ അല്ല, അഭിച്ചാന്റെ കഷ്ടപ്പാടാ. നുജുവിന്റെ അല്ല. കഷ്ടപ്പാടുണ്ടാ? അല്ല, സത്യം പോലെ പറയും. ഡെയിലി ഫുഡ് കൈ കൊടുക്കും, കെയർ ചെയ്യും. എന്തെങ്കിലും എല്ലും അതാണ്ടോ എന്റെ ബാഗ് വരെ പിടിച്ചേക്കുന്ന അമ്മ നല്ലൊരു ഹ്യൂമൻ ബീങ് ആണ്. ഈ തെണ്ടിയാണ് മൈൻഡ് അല്ല, ബാഗ് അതുകൊണ്ട് ഇട്ടോ പറയും. പക്ഷെ പാവാട്ടോ, ഭയങ്കര നിഷ്കമാണ്. നിർത്തി പൊക്കി പറയല്ല, പക്ഷെ ആപിച്ചക്ക് ഭയങ്കര കുഷ്മ്പ് ഗൈസ്. എന്തിനാ ഞാൻ അവളെ കൂടെ ഒന്ന് കെട്ടിപ്പിടിച്ച് ഫോട്ടോ എടുക്കുമ്പോ ലെസ്ബിയൻ ആവോന്നൊക്കെ സംശയം. ഞാൻ പോന്നിട്ടോ. സോ ഗൈസ്, ഇത്രയൊക്കെ ഉള്ളായിരുന്നു. മെയിനായിട്ട് ഫോട്ടോഷൂട്ട് ആയിരുന്നു. ചുമ മാറിയിട്ടില്ല, അതുകൊണ്ട് സെലിബ്രേഷൻസും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പൊ ഇത്ര ഉള്ളു ഗൈസ്. പറയൂ. അമ്മ എനിക്കും കുടിക്കുന്നു. എന്റെ കല്യാണം വരുമ്പോ ഞാനും ഇതുപോലെ വരും. അപ്പൊ ഇവിടെ ഉണ്ടാവും ബിഹൈൻഡ് സീൻ അല്ലേ? കല്യാണത്തിലുള്ള ഭാഗം കൂടൊക്കെ ഉണ്ടാവേക്കോ? ഒരു ശതമാനം പോലും എനിക്ക് പ്രതീക്ഷ ഇല്ല ആ കാര്യത്തില്. അതെനിക്ക് ഉറപ്പില്ല. അപ്പൊ ഗൈസ്, നെക്സ്റ്റ് വീഡിയോയിൽ വരും വരെ പറയൂ. വേർ ഇസ് നുജുബി സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെന്റ്. അപ്പൊ ബൈ ഗൈസ്.